ഹേ ഗായ്സ് വാട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ TTD. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ദ ബാറ്റ്മാൻ 2 മൂവിയുടെ ഡിലേനെ കുറിച്ചാണ്. ശരിക്കും ഈ മൂവി ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഒക്ടോബർ 2025 ഫാൻസ് എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ആ ന്യൂസ് വരുന്നത്. ഒക്ടോബർ 2025 മാറ്റിവെച്ച സിനിമ 2026 മാറ്റിവെച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ റിലീസ് ഇയർ 2026 റിലീസ് ഇയറും മാറ്റിവെച്ചു. ശരിക്കും ഈ മൂവി വരാൻ പോകുന്നത് 2027 എനിക്ക് തോന്നുന്നത് അപ്പോഴും വരില്ലെന്ന്. ഞാൻ ചുമ്മാ പറയുമല്ല, അതിന് ഒരു റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ, ഈ മൂവിയുടെ മെയിൻ ആക്ടർ റോബർട്ട് പാറ്റർസൺ വേറൊരു മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഫേമസ് മൂവിയാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഓഡിസി എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടി ഇപ്പോൾ റോബർട്ട് പാറ്റർസൺ ഓടി നടക്കുകയാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഓഡിസിയിൽ 2 വർഷത്തെ അഭിനയത്തിന് ശേഷം റോബർട്ട് പാറ്റർസണ് ബാറ്റ്മാനിലേക്ക് തിരിച്ചു വന്നൂടെ എന്ന് ചോദിച്ചാൽ അതിന് വേറൊരു പ്രശ്നമുണ്ട്. 2026 തന്നെ ഇറങ്ങുന്ന വേറൊരു ബിഗ് പ്രോജക്റ്റിൽ റോബർട്ട് പാറ്റർസൺ അഭിനയിക്കുന്നുണ്ട്. വേറെ ഏതുമല്ല, അത് ഡൂൺ 3 ആണ്. ഈ ട്രസ്റ്റബിൾ സോഴ്സ് തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. റോബർട്ട് പാറ്റർസൺ ഡൂൺ 3 അഭിനയിക്കുന്നുണ്ടെന്ന്. പിന്നെ 5-6 മാസം അത് അഭിനയത്തിൽ റോബർട്ട് പാറ്റർസൻ്റെ ഇത് പോവും. അത് കഴിഞ്ഞിട്ട് ബാറ്റ്മാനിലേക്ക് വന്നൂട്ടെ, അതിലേക്ക് അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു പ്രശ്നവും കൂടി ഉണ്ട്. ബാറ്റ്മാൻ 2ൻ്റെ സ്ക്രിപ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പറയുന്നത് കറക്റ്റാണ്. ദ ബാറ്റ്മാൻ 2ൻ്റെ സ്ക്രിപ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. മാറ്റ് റിവീസ് ഇപ്പോഴും ദ സ്ക്രിപ്റ്റിൻ്റെ ജേണിയിലാണ്. ദ ബാറ്റ്മാൻ 2ൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ജേണിയിലാണ്. റിവ്യൂസിന് നന്നായിട്ട് അറിയാം ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത മൂവി എങ്ങനെ ക്രാഷ് ആവുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 2018 ദ ബാറ്റ്മാൻ്റെ സ്ക്രിപ്റ്റ് തന്നെ മാറ്റ് റിവ്യൂസ് എഴുതാൻ തുടങ്ങിയത്. പെൻകിൻ സീരീസിൻ്റെ സ്ക്രിപ്റ്റ് സ്ട്രക്ചറിന് തന്നെ 1 വർഷം മാറ്റ് റിവ്യൂസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത്. അപ്പോൾ ഇത്രയും വർഷം ഇയർ ഗ്യാപ്പ് എടുത്തല്ലേ ബ്രോ, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൊന്ന് തീർത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഫേസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുക, ഈ 3rd റീസൺ ഫേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതായത് റൂമേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അതായത് മാറ്റ് റിവ്യൂസ് സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദ ബാറ്റ്മാൻ 2 എന്ന് പറയുന്ന മൂവിയുടെ ഡിലേക്ക് കാരണമാവുന്നത് ചിലവർ പറയുന്നുണ്ട്. ഈ റീസൺസൊക്കെ കൊണ്ട് ദ ബാറ്റ്മാൻ 2 എന്ന് പറയുന്ന ഈ മൂവി സൈലൻ്റായിട്ട് ഒരു പ്രശ്നവും വരാണ്ട് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാനാണ് പ്ലാൻ എന്ന് ചിലവരൊക്കെ പറയുന്നത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയില്ലെന്ന് പറയാനില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഈ മൂവി കുറഞ്ഞ ബഡ്ജറ്റിനെടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മൂവിയാണ്. വാർണേഴ്സ് ബ്രോസ് അത്ര പെട്ടെന്നൊന്നും ഈ സിനിമ വിട്ടുകൊടുക്കുമെന്ന് തോന്നണില്ല. കുറച്ച് ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും ദ ബാറ്റ്മാൻ 2 എന്ന് പറയുന്ന ഈ മൂവി വാർണേഴ്സ് ബ്രോസ് എന്തായാലും എടുക്കും. അവരൊക്കെ ഇങ്ങനെയും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിലേക്ക് ബാറ്റ്മാനെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റ് റിവ്യൂസിൻ്റെ ആ പാവം മനുഷ്യൻ തന്നെ ബ്രേവ് ആൻഡ് ബോൾഡ് എന്ന് പറയുന്ന സിനിമ എടുക്കാൻ നോക്കിയിട്ട് അത് തന്നെ ഡിലേ ആയിപ്പോയി കിടക്കുക. അതിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അടുത്തൊരു കാര്യം, ജെയിംസ് ഗൺ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറ്റ് റിവ്യൂസിൻ്റെ ബാറ്റ്മാൻ്റെ യൂണിവേഴ്സ് ഒരിക്കലും തൻ്റെ DC യൂണിവേഴ്സായിട്ട് മെർജ് ആവില്ല. അത് മാറ്റ് റിവ്യൂസിൻ്റെ തന്നെ പറഞ്ഞു വിട്ടേക്കുന്ന കാര്യമാണ്. യൂണിവേഴ്സിൻ്റെ ഫ്രീഡം ഫുള്ള് മാറ്റ് റിവ്യൂസിനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് താൻ ഇടപെടില്ലെന്നു. അടുത്ത കാര്യം, നമ്മുടെ ജെയിംസ് ഗൺ നോക്കുന്ന ബാറ്റ്മാൻ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ബാറ്റ്മാനാണ്. ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു ബാറ്റ്മാനാണ്. ഒരു 13 ഏജ് ആയിട്ടുള്ള ബാറ്റ്മാൻ. നമ്മുടെ റോബർട്ട് പാറ്റിസൻ്റെ ബാറ്റ്മാൻ വളരെ യങ് ആണ്. അതുകൊണ്ട് ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സിലേക്ക് വരില്ല. ചില റൂമേഴ്സ് ഇങ്ങനെയും പറയുന്നുണ്ട്. അതായത് നമ്മുടെ മാറ്റ് റിവ്യൂസിന് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നൊരു ബാക്കത്ത് റൂമർ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ദ ബാറ്റ്മാൻ 2 എന്ന് പറയുന്ന ഈ മൂവി വേറെ ഡയറക്ടേഴ്സിനെ കൊണ്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലവരൊക്കെ പറയുന്നുണ്ട്. അതിന് ചാൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ വാർണേഴ്സ് ബ്രോസിൻ്റെ നിർബന്ധം ഉണ്ടെങ്കിൽ വേറെ ഡയറക്ടറിനെ കൊണ്ട് തന്നെ എടുപ്പിക്കും. വാർണർ ബ്രോസ് അങ്ങനെ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിറയെ ഹെയ്റ്റ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഈ സിനിമേനെ ഇങ്ങനെ ആക്കാനൊരു ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടാൻ മേജർ കാരണം മാറ്റ് റിവ്യൂസാണ്. അതുകൊണ്ട് മാറ്റ് റിവ്യൂസിന് തന്നെ ഡയറക്റ്റായിട്ട് വയ്ക്കും. ഈ മാറ്റ് റിവ്യൂസിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് റിക്കവറായി വരുന്നവരെ മൂവി കുറച്ച് ഡിലേ ആവുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ചിലപ്പോൾ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കിട്ടാനും
മൂവിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാനും സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും മാറ്റ് റീവ്സിൻ്റെ വ്യൂ പോയിൻറ്റിലുള്ള ബാറ്റ്മാൻ മൂവിയാണ് ദ ബാറ്റ്മാനിൽ കണ്ടത്. പിന്നെ വേറൊരു ഡയറക്ടർ വന്നിട്ട് ആ മൂവി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കധികം ഡൈജസ്റ്റ് ആവില്ല. ആ ഡാർക്ക് തീമിൽ ആ ദ ബാറ്റ്മാൻ എന്ന് പറയുന്ന മൂവി എടുത്തോണ്ടാണ് ഫാൻസ് എല്ലാവരും ആ മൂവിയുടെ പുറകെ തന്നെ പോയത്. അതിന് വലിയൊരു ഫാൻ ബേസും കൂടിയത്. അതുകൊണ്ട് മാറ്റ് റീവ്സിനെ തന്നെ ദ ബാറ്റ്മാൻ 2 ഡയറക്ടറായിട്ട് ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 90% ഓഫ് ചാൻസും മാറ്റ് റീവ്സ് തന്നെയാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ ദ ബാറ്റ്മാൻ 2 ഡിലേനെക്കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റിയുള്ള റൂമേഴ്സിനെ കുറിച്ചും ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ലോ ആൻഡ് ഡിവൈസ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് റെക്കോർഡ് ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും മറ്റ് യൂട്യൂബേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.